നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജഷീർ വിമതനായി മത്സരിക്കുന്ന സാഹചര്യം ഒഴിവാക്കാനാകുമെന്നാണ് ഇപ്പോഴും പ്രതീക്ഷയെന്ന് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ്. പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന നിലപാട് ജഷീർ കൈക്കൊള്ളില്ല. ജഷീർ ഉയർത്തിയ പ്രശ്നം പാർട്ടി ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും OJ ജനീഷ്. തൃശൂരിൽ തിയേറ്റർ ഉടമയെയും ഡ്രൈവറെയും വെട്ടിയ സംഭവത്തിൽ 5 പേർ കസ്റ്റഡിയിൽ. കൊട്ടേഷൻ ആസൂത്രണം ചെയ്തത് ഒല്ലൂർ സ്വദേശിയുടെ നേതൃത്വത്തിലെന്ന് പോലീസ്. കൊട്ടേഷൻ നൽകിയത് പ്രവാസി വ്യവസായി എന്നും സൂചന. ഷൊർണൂർ ടൗണിലെ സ്വകാര്യ ലോഡ്ജിൽ നിന്ന് MDMAയുമായി 3 യുവാക്കൾ അറസ്റ്റിൽ. കേച്ചേരിയിൽ 2 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശി ലഹരി വിരുദ്ധ സ്ക്വാഡിന്റെ പിടിയിൽ. ചെറുതുരുത്തിയിൽ ടാങ്കർ ലോറിയും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് വാൻ ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. അപകടം ഇന്ന് പുലർച്ചെ. വടക്കഞ്ചേരിയിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് മരത്തിലിടിച്ച് 12 പേർക്ക് പരിക്ക്. വാർത്തകൾ വിശദമായി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജഷീർ വിമതനായി മത്സരിക്കുന്ന സാഹചര്യത്തിൽ പ്രതികരണവുമായി സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ്. പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന നിലപാട് ജഷീർ കൈക്കൊള്ളില്ലെന്നാണ് പ്രതീക്ഷയെന്ന് OJ ജനീഷ് തൃശൂരിൽ പറഞ്ഞു. ജഷീർ ഉയർത്തിയ പ്രശ്നം പാർട്ടി ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് OJ ജനീഷ് പറഞ്ഞു. പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന നിലപാട് ജഷീർ കൈക്കൊള്ളില്ല. സംസ്ഥാനത്ത് നിരവധി യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് മത്സരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. എന്നാലും അത് പൂർണ്ണമല്ലെന്നും OJ ജനീഷ് പറഞ്ഞു. പ്രശ്നത്തിൽ രമ്യമായ പരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും OJ ജനീഷ് കൂട്ടിച്ചേർത്തു. എല്ലാ പരിഗണനയും ലഭിച്ചുവെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ചിലയിടങ്ങളിൽ ചില ആളുകൾക്ക് വേണ്ടത്ര രീതിയിലുള്ള പരിഗണന ലഭിക്കാതെ പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് പലവിധങ്ങളായ സാഹചര്യങ്ങളാണ്. പാർട്ടിക്കകത്ത് ഒരുപാട് നേതാക്കന്മാർ പരിഗണിക്കപ്പെടേണ്ടതായ ഒരുപാട് ആളുകളുണ്ട്. അതിനിടയിലൊക്കെ സംഭവിച്ചു പോയ കാര്യങ്ങളാണ്. ജഷീറിൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചാണ്. ഇന്നാണ് നോമിനേഷൻ വിഡ്രോവലിൻ്റെ ഡേറ്റ് ആണെന്ന്. അപ്പോൾ അതിലൊരു രമ്യമായ പരിഹാരം ഉണ്ടാകും. അയാളും പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ്, യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിയാണ്. അതിലൊക്കെ ഒരു രമ്യമായ പരിഹാരം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയല്ല, പാർട്ടിയുടെ ഒപ്പമാണല്ലോ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ സംബന്ധിച്ച് പാർട്ടിക്കൊപ്പമാണല്ലോ നിൽക്കാൻ സാധിക്കുക. എല്ലാ യൂത്ത് കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസിനൊപ്പവും പാർട്ടിക്കൊപ്പം തന്നെയാണ് നിൽക്കുക. അവരെല്ലാം ഉന്നയിച്ച കാര്യങ്ങളൊക്കെ കേൾക്കുക, അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുക, അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു രമ്യമായ പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മുമ്പിലുള്ള ഏക കാരണം. അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഞാൻ ഇന്നലെയും പറഞ്ഞല്ലോ, ജഷീർ യൂത്ത് കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ്, പ്രവർത്തകനാണ്. ഒരുപാട് സമരങ്ങൾ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂരിൽ രാഗം തിയേറ്റർ ഉടമ സുനിലിനെയും ഡ്രൈവറെയും വെട്ടിയ സംഭവത്തിൽ 5 പേർ കസ്റ്റഡിയിൽ. എറണാകുളത്തു നിന്നും തൃശൂരിൽ നിന്നുമായുമാണ് ഇവരെ പിടികൂടിയത്. ഒല്ലൂർ സ്വദേശി സിജോയുടെ നേതൃത്വത്തിലാണ് കൊട്ടേഷൻ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയെന്നാണ് പോലീസ് കണ്ടെത്തൽ. സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊട്ടേഷന് പിന്നിലെന്നാണ് സൂചന. 3 ലക്ഷം രൂപയ്ക്ക് സിജോയ്ക്ക് പ്രവാസി വ്യവസായിയാണ് കൊട്ടേഷൻ നൽകിയതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. പ്രവാസി വ്യവസായിയെ കണ്ടെത്തുന്നതിനായി കസ്റ്റഡിയിലുള്ളവരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. കഴിഞ്ഞ ദിവസമാണ് രാഗം തിയേറ്റർ നടത്തിപ്പുകാരൻ സുനിലിനെയും ഡ്രൈവറെയും കൊട്ടേഷൻ സംഘം ആക്രമിച്ചത്. 6 പേരാണ് കൊട്ടേഷൻ സംഘത്തിലുണ്ടായിരുന്നത്. 2 ഇന്നോവ കാറുകളിലായാണ് സംഘമെത്തിയത്. വെളപ്പായിൽ സുനിലിൻ്റെ വീടിന് മുന്നിൽ വെച്ച് കാറിൽ നിന്നിറങ്ങി ഗേറ്റ് തുറക്കുന്നതിനിടെയാണ് ഇരുട്ടിൽ പതിയിരുന്ന സംഘം വടിവാൾ ഉപയോഗിച്ച് ഇരുവരെയും വെട്ടിയത്. സുനിലിൻ്റെ കാലിനും ഡ്രൈവറുടെ കൈക്കുമാണ് പരിക്കേറ്റത്. പരിക്കേറ്റ ഇരുവരെയും ആദ്യം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പിന്നീട് സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സുനിൽ 10 വർഷത്തോളമായി രാഗം തിയേറ്റർ വാടകയ്ക്കെടുത്ത് നടത്തുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ ടൗണിലെ സ്വകാര്യ ലോഡ്ജിൽ നിന്നും MDMAയുമായി 3 യുവാക്കൾ പിടിയിലായി. കൊപ്പം മണ്ണേക്കോട് ചിറങ്കര വീട്ടിൽ മുഹമ്മദ്, ഷിബില, ഒറ്റപ്പാലം തോട്ടക്കര അന്തിപ്പാട്ട് വീട്ടിൽ സിബിൻ, ഹെഫീബ്, പെരിന്തൽമണ്ണ എരവിമരം കരുവാൻ വീട്ടിൽ KP ഫസൽ എന്നിവരാണ് പിടിയിലായത്. ഇന്നലെ പുലർച്ചെ ഷൊർണൂർ ടൗണിലെ സ്വകാര്യ ടൂറിസ്റ്റ് ഹോമിൽ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് നിരോധിത മയക്കുമരുന്നായ 2.1 ഗ്രാം MDMA യുവാക്കളിൽ നിന്നും പിടികൂടിയത്. ലഹരി ഉപയോഗിക്കുന്നതിനു വേണ്ടി ഇവർ സ്വകാര്യ ലോഡ്ജിൽ എത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡ് അംഗങ്ങളായ ASI K അനിൽകുമാർ, N ഷംസീർ, സന്ദീപ്, K കമൽ, ഷൊർണൂർ പോലീസിലെ SI K മോഹൻദാസ്, ASI രവി, A നിഷാദ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സജീഷ് എന്നിവരാണ് അന്വേഷണ സംഘം. അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേച്ചേരിയിൽ വൻ കഞ്ചാവ് വേട്ട. 2 കിലോ കഞ്ചാവുമായി ഒറീസ സ്വദേശിയെ തൃശൂർ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. 30 വയസ്സുള്ള ചന്ദ്രകാന്ത് സമലാണ് പിടിയിലായത്. ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡ് സബ് ഇൻസ്പെക്ടർ ഫക്രുദ്ദീൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഒറീസ സ്വദേശി 30 വയസ്സുള്ള ചന്ദ്രകാന്ത് സമലിനെ അറസ്റ്റ് ചെയ്തത്.
ഒറീസയിൽ നിന്ന് പ്രതി കഞ്ചാവ് കടത്തിക്കൊണ്ടുവരുന്നുണ്ടെന്ന് ലഹരിവിരുദ്ധ സ്ക്വാഡിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. രാവിലെ 11 മണിയോടെ കേച്ചേരിയിൽ ബസ്സിറങ്ങിയ പ്രതിയെ കഞ്ചാവ് ഉൾപ്പെടെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. വൈദ്യപരിശോധനയുൾപ്പെടെ നടപടികൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിലും മേഖലയിലെ യുവാക്കൾക്കിടയിലും കഞ്ചാവ് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാനിയാണ് അറസ്റ്റിലായ ചന്ദ്രകാന്ത് സമലെന്ന് പോലീസ് പറഞ്ഞു. കഞ്ചാവ് പിടികൂടിയ സാഹചര്യത്തിൽ മേഖലയിൽ പരിശോധന കൂടുതൽ ശക്തമാക്കുമെന്നും ലഹരിവിരുദ്ധ സ്ക്വാഡ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചെറുതുരുത്തി ചുങ്കത്ത് ടാങ്കറും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് പിക്കപ്പ് വാൻ ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. മണിക്കൂറോളം വണ്ടിയിൽ കുടുങ്ങിയ ഡ്രൈവറെ ഷൊർണൂർ അഗ്നിശമന സേന എത്തിയാണ് രക്ഷപ്പെടുത്തിയത്. ഗുരുതരമായി പരിക്കേറ്റ പിക്കപ്പ് വാൻ ഡ്രൈവറെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച കാലത്ത് 5 മണിയോടെയായിരുന്നു സംഭവം. തൃശൂർ ഭാഗത്തുനിന്ന് ഷൊർണൂരിലേക്ക് പോയിരുന്ന പിക്കപ്പ് വാനും ഷൊർണൂർ ഭാഗത്തുനിന്ന് തൃശൂരിലേക്ക് പോകുന്ന ടാങ്കർ ലോറിയുമാണ് ചെറുതുരുത്തി ചുങ്കത്ത് വെച്ച് ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ പിക്കപ്പ് വാൻ തകർന്നു. ഏകദേശം 40 വയസ്സ് തോന്നിക്കുന്ന ഡ്രൈവർ മണിക്കൂറോളം വണ്ടിയിൽ കുടുങ്ങുകയായിരുന്നു. തുടർന്ന് വണ്ടി വെട്ടിപ്പൊളിച്ചാണ് ഗുരുതരമായി പരിക്ക് പറ്റിയ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുപോയത്. പെട്രോൾ വണ്ടിയിൽ എണ്ണ ഇല്ലാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വടക്കാഞ്ചേരിയിൽ ബസ് അപകടത്തിൽ 12 പേർക്ക് പരിക്ക്. തൃശൂർ ഷൊർണൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ചിറയത്ത് ബസ്സാണ് ഇന്നലെ വൈകിട്ട് അപകടത്തിൽപ്പെട്ടത്. കനത്ത മഴയിൽ നിയന്ത്രണം നഷ്ടമായ ബസ് പാതയോരത്തെ പുളിമരത്തിൽ ഇടിച്ചായിരുന്നു അപകടം. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. കേളശ്ശേരി തടുക്കശ്ശേരി കണ്ടുപാറക്കുണ്ട് ബാലശാസ്ത്ര ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച ഭജന മണ്ഡപ സമർപ്പണം നടന്നു. ഗുരുസ്വാമി AS മന്നാടിയാർ ഉദ്ഘാടനം ചെയ്തു. രാമൻ ജപിക്കണം, അതാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഈ പാറ പുറത്ത് കിടക്കുന്ന ഒരു കല്ല് എടുത്ത് അവിടെ വെച്ചു വീണു. ഇതവിടെ അയ്യപ്പസ്വാമിയാണ്. നാളെ മുതൽ ഇവിടെ വർഷം തിരികെ വെച്ച് നിങ്ങൾ കുട്ടികൾ ഈ ശ്രദ്ധയെടുത്ത് ജപിക്കണം എന്ന് പറഞ്ഞു എന്നാണ് കഥ. ശരിയാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഞാൻ എൻ്റെ പൂർവികന്മാരായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയതാണ്. അങ്ങനെ അത് ഈ പ്രദേശത്തെ രാധാകൃഷ്ണൻ മാഷ അങ്ങനെ രണ്ടുപിടിക്ക് ചെറുതായിട്ട് 4 ഭാഗം വെട്ടിക്കല്ലും വെച്ച് വളച്ച് തിറ്റിയത് തീ വെച്ച് കൊടുത്തിരുന്നു. ക്ഷേത്രം തന്ത്രി പനാവൂർ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു. ക്ഷേത്രം സെക്രട്ടറി MN രാജഗോപാലൻ അധ്യക്ഷത വഹിച്ചു. കേരള പോലീസ് റിട്ടയർഡ് SP KP വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. മുൻ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ ഫെബിൻ റഹ്മാൻ, നാഗംകുളങ്ങര ക്ഷേത്രം ട്രസ്റ്റി MK ബാലകൃഷ്ണൻ, ശങ്കരമംഗലം ക്ഷേത്ര ട്രസ്റ്റി രാമൻകുട്ടി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ പനാവൂർ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ക്ഷേത്ര സ്ഥലം നൽകിയ ചന്ദ്രൻ, ദിവാകരൻ എന്നിവരെ ആദരിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് MP ഹരിനാരായണൻ സ്വാഗതവും KB ബാബു നന്ദിയും പറഞ്ഞു. രാവിലെ താരാപ്രവീൺ അവതരിപ്പിച്ച സോപാന സംഗീതം, ഉച്ചയ്ക്ക് അന്നദാനം, വൈകിട്ട് ബാബു ആശാനും സംഘവും അവതരിപ്പിച്ച കാണിപ്പാട്ടും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കണ്ണൂർ നഗരിപ്പുറം തിരുനാരായണപുരം വിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി. നവംബർ 30 വരെയാണ് സപ്താഹയജ്ഞം നടക്കുക. ബ്രഹ്മശ്രീ പയ്യന്നൂർ മരങ്ങാട് മുരളീകൃഷ്ണൻ നമ്പൂതിരിയാണ് മുഖ്യയജ്ഞാചാര്യൻ. ഇടമന വാദ്യാർ ഈശ്വരൻ നമ്പൂതിരി, ലീല അന്തർജനം, G മഹാലക്ഷ്മി എന്നിവർ സഹ ആചാര്യന്മാരാണ്. ഞായറാഴ്ച വൈകിട്ട് ആചാര്യന്മാരെ യജ്ഞവേദിയിലേക്ക് സ്വീകരിച്ചാനയിച്ചു. തുടർന്ന് മണ്ണൂർ രാജകുമാരൻ ഉണ്ണി, ഡോക്ടർ സദനം ഹരികുമാർ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. സപ്താഹയജ്ഞം സംഗീതജ്ഞൻ മണ്ണൂർ രാജകുമാരൻ ഉണ്ണി ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം പ്രസിഡന്റ് NP അഷ്ടമൂർത്തി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സദനം ഹരികുമാർ, NP നാരായണൻ നമ്പൂതിരി, K അരവിന്ദാക്ഷൻ, കൃഷ്ണൻകുട്ടി, മേൽശാന്തി രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ജയശ്രീ അഷ്ടമൂർത്തി സ്വാഗതവും ഗിരീഷ് പലാരി നന്ദിയും പറഞ്ഞു. വൈകിട്ട് കലവറ നിറയ്ക്കൽ, ദീപാരാധന, ഭാഗവത മഹാത്മ്യപാരായണം, പ്രഭാഷണവും ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ചയാണ് രുക്മിണി സ്വയംവരം. നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തിരുവാലത്തൂർ രണ്ടുമൂർത്തി ക്ഷേത്രത്തിലെ കാർത്തിക വിളക്ക് മഹോത്സവത്തിന് നവംബർ 26-ന് കൊടിയേറും. 2 കൊടിമരങ്ങളുള്ള അപൂർവ ക്ഷേത്രമായ തിരുവാലത്തൂരിലെ കാർത്തിക വിളക്ക് ഡിസംബർ 4-ന് നടക്കുമെന്ന് ഭാരവാഹികൾ പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
താന്ത്രിക വിധിപ്രകാരം ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന തിരുവാലത്തൂർ ക്ഷേത്രത്തിലെ ആചാരങ്ങൾക്ക് അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. 10 ദിവസം നീണ്ടു നിൽക്കുന്ന കാർത്തിക മഹോത്സവത്തിൽ നിത്യേന 2 നേരം അന്നദാനവും കഥകളി, ചാക്യാർകൂത്ത്, ഓട്ടൻതുള്ളൽ, തോൽപ്പാവക്കൂത്ത് എന്നിവയും നടക്കും. 10 ദിവസവും ക്ഷേത്രത്തിലെ 2 മൂർത്തികളെയും ആറാട്ടിന് എഴുന്നള്ളിക്കും. കാർത്തിക വിളക്ക് ദിവസം നെയ്വിളക്കാണ് ക്ഷേത്രത്തിലെ പ്രത്യേകതയെന്നും ഭാരവാഹികൾ പറഞ്ഞു. പാലക്കാട് ജില്ലയിൽ തന്നെ ഒരു മതിൽക്കെട്ടിനകത്ത് 2 കൊടുമരത്തോടുകൂടി പ്രതിഷ്ഠിച്ചിരിക്കുന്ന ക്ഷേത്രം അപൂർവമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ പണ്ട് കാലം മുതൽ തന്നെ അന്നദാനത്തിന്റെ പ്രാധാന്യം കാരണം വ്യവസായം, കൃഷി വകുപ്പുമായി തിരുവാലത്തൂർ ഗ്രാമത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അത് കാലക്രമേണ ക്ഷയിച്ചു പോയെങ്കിലും ഞങ്ങൾ കമ്മിറ്റി എടുത്ത ശേഷം ദിവസവും ഈ 10 ദിവസം നീണ്ടു നിൽക്കുന്ന 10 ദിവസവും 3 നേരവും പ്രസാദം കൊടുത്തുകൊണ്ട് ഉച്ചയ്ക്കും വൈകിട്ടും വൈകുന്നേരവും കൊടുത്തു വരുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് 10,000-ൽ പരം കരിവിളക്കുകളാൽ അലങ്കരിക്കപ്പെട്ട ഈ ക്ഷേത്രം 10 ദിവസവും ദീപപ്രഭയാൽ തെളിഞ്ഞു നിൽക്കും. കാർത്തിക ദിവസം നെയ്വിളക്കായിട്ടാണ് ഞങ്ങൾ ചെയ്തു വരുന്നത്. സെക്രട്ടറി വി ജയരാജ്, ജോയിന്റ് സെക്രട്ടറി എ അനീഷ് കുമാർ, CG സുനിൽ, കെ വിശ്വംഭരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജഷീർ വിമതനായി മത്സരിക്കുന്ന സാഹചര്യം ഒഴിവാക്കാനാകുമെന്നാണ് ഇപ്പോഴും പ്രതീക്ഷയെന്ന് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ്. പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന നിലപാട് ജഷീർ കൈക്കൊള്ളില്ല. ജഷീർ ഉയർത്തിയ പ്രശ്നം പാർട്ടി ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും OJ ജനീഷ്. തൃശൂരിൽ തിയേറ്റർ ഉടമയെയും ഡ്രൈവറെയും വെട്ടിയ സംഭവത്തിൽ 5 പേർ കസ്റ്റഡിയിൽ. കൊട്ടേഷൻ ആസൂത്രണം ചെയ്തത് ഒല്ലൂർ സ്വദേശിയുടെ നേതൃത്വത്തിലെന്ന് പോലീസ്. കൊട്ടേഷൻ നൽകിയത് പ്രവാസി വ്യവസായി എന്നും സൂചന. ഷൊർണൂർ ടൗണിലെ സ്വകാര്യ ലോഡ്ജിൽ നിന്ന് MDMAയുമായി 3 യുവാക്കൾ അറസ്റ്റിൽ. കേച്ചേരിയിൽ 2 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശി ലഹരി വിരുദ്ധ സ്ക്വാഡിന്റെ പിടിയിൽ. ചെറുതുരുത്തിയിൽ ടാങ്കർ ലോറിയും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് വാൻ ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. അപകടം ഇന്ന് പുലർച്ചെ. വടക്കഞ്ചേരിയിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് മരത്തിലിടിച്ച് 12 പേർക്ക് പരിക്ക്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.